പിന്നെ ഞാൻ ഈ ഒരു സംഭവം എന്നോട് ചോദിക്കണം വിചാരിച്ചിരുന്നു. ഹൂ ഡു യു തിങ്ക് ഈസ് ദി ഫസ്റ്റ് പാൻ ഇന്ത്യൻ ആക്ടർ ഇൻ ഇന്ത്യ? എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഇത് അക്യുറേറ്റ് ആണോ എന്ന് അറിയില്ല, പക്ഷെ നമ്മള് എടാ ഇതൊരു ഡിസ്കഷനാ, ഇത് ഫാക്ട് ചെക്ക് അല്ല, ഇതൊരു ഡിസ്കഷൻ ആയിട്ട് കണ്ടാൽ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, നീ ചെറുപ്പം മുതലേ സിനിമ കണ്ടുവരുന്ന, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പാൻ ഇന്ത്യൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ആയിട്ടൊക്കെ ചെറിയ രീതിയിൽ അറിയപ്പെട്ട, അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ രീതിയിൽ സിനിമകൾ ചെയ്ത ഒരു ആക്ടർ ഒരു ഏർലിയസ്റ്റ് ആയിട്ട് ആരായിരിക്കും? അതെ, മനസ്സിലാരാ വരുന്നത് ഈ കണ്ടു വളർന്ന രീതി വെച്ചിട്ട്? മമ്മൂക്കനെ വരുന്നുണ്ട്, പക്ഷെ മമ്മൂക്ക ഹിന്ദിയിൽ എന്താ ചെയ്തത്? മമ്മൂട്ടിയൊക്കെ ഹിന്ദിയിൽ സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഹിന്ദിയിൽ 1-2 സിനിമ, പിന്നെ തമിഴിലും ഇതേപോലെ കുറച്ച് സിനിമ, പക്ഷെ മലയാളമാണ് മെയിന്. പക്ഷെ പാൻ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സിനിമ എടുക്കുമ്പോൾ എല്ലാ ലാംഗ്വേജിലും കാര്യത്തിലൊക്കെ ഇങ്ങനെ വരുന്നു, എല്ലാ ലാംഗ്വേജിലെ ആൾക്കാർക്കും ഇയാളെ അറിയാം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലല്ലേ. ദുൽഖറൊക്കെ വളരെ റീസെന്റ് അല്ലേ. ഞാൻ ഒരു ദിവസം അതേപോലെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇവരുടെ ഇതേപോലെ മലയാളത്തിൽ ഡബ്ഡ് മൂവിയാണ്, ആ മൂവിയിലെ പാട്ട് കേട്ടപ്പോഴാണ് ഞാൻ അതിങ്ങനെ ആലോചിച്ചത്. അല്ലു അർജുൻ. അതായത് ഞാനൊക്കെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ ആവുമ്പോഴാണ് ഈ അല്ലു അർജുൻ്റെ സിനിമ ഖാദർ ഹസൻ എന്നുള്ള ഒരാളെ പ്രൊഡക്ഷനിൽ മലയാളത്തിൽ ഡബ് വരുന്നത്. ശരിയാട്ടോ. അല്ലു അർജുനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലു അർജുൻ്റെ ഞാൻ ഈ വിജയിന്റെ ഒക്കെ സിനിമനൊക്കെ മുന്നേ അറിഞ്ഞേ, പക്ഷെ അന്ന് ഞാൻ അത് മലയാളത്തിൽ വേറൊരു ജാണറാണെന്നൊക്കെ കാരണം എന്താ വെച്ചാല് ഈ മോസ്റ്റ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻസിന് അല്ലു അർജുനെ അറിയാം. കാരണം അല്ലു അർജുന്റെ സിനിമ ഖിലാഡിയോങ്ക അത് എന്നൊക്കെ പറഞ്ഞാണ്ട് ഡബ് ചെയ്തിട്ട് ഹിന്ദിയിൽ വരും. അതേപോലെ മലയാളത്തില് മല്ലു ഫാൻസ് ഭയങ്കര അല്ലു അർജുൻ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ആകെ ഒരു 50 അല്ലെ 50ന്റെ താഴെയൊക്കെ അല്ലു അർജുൻ സിനിമ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഞാൻ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ സിനിമയും അതിൽ കണ്ടിട്ടുണ്ട്. ആര്യ, ഹാപ്പി, ഹീറോ, പിന്നെ അതേപോലെ കൃഷ്ണ, പിന്നെ ഈ സിംഹക്കുട്ടി, ബണ്ണി, പിന്നെ ഈ അങ്ങ് വൈകുണ്ഠപുരത്ത് DJ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സിനിമാസ് ഉണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര അല്ലു അർജുൻ ഫാനാണ്. അല്ലു അർജുന്റെ ഇതേമാതിരിയാ. അല്ലു അർജുന്റെ എന്റെ ഫ്രണ്ട് തെൻവീറും ഇതേപോലെ അല്ലു അർജുന്റെ കട്ട ഫാനാ. ഞാൻ കട്ട ഫാനല്ല, പക്ഷെ ഞാൻ വിജയനെ അഡ്മയർ ചെയ്യുന്ന രീതിയിൽ. അതെ, അല്ലു അർജുനും ഇതേപോലെ. അല്ലു അർജുന്റെ ആക്ടിങ് ഒന്നും വലിയൊരു അടിപൊളിയൊന്നല്ല. അല്ലു അർജുൻ ആകെ ബെസ്റ്റ് എന്ന് കാണാവുന്ന അല്ലു അർജുന്റെ ഡാൻസ്, അത് അല്ലു അർജുൻ ടോപ്പ് ലീഗിലാണ്. ബാക്കി ഒക്കെ അങ്ങനെ ഒരു ഇതാ. പക്ഷെ അല്ലു അർജുന്റെ സിനിമകൾ സ്ക്രീൻ പ്രസൻസ്, അതേപോലെ അല്ലു അർജുൻ ചെയ്ത കഥകളാണെങ്കിലും ഒക്കെ ഓരോ ക്ലീഷേ കഥകളായിരിക്കും. റൊമാൻറ്റിക് ഇത്, പിന്നെ ഇവരെ വീട്ടുകാരായിട്ട് ഫൈറ്റ്, അത് ഹീറോ വില്ലൻ. ഓർമ്മയുണ്ട്, ഞാൻ കാനഡയ്ക്ക് വന്നപ്പോ ഞാൻ തെൻവീർ, എൻ്റെ ഫ്രണ്ടായ തെൻവീറിനെ ഞാൻ പരിചയപ്പെട്ടുള്ളൂ. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം ഉണ്ട്, ഞാൻ വാട്സാപ്പിൽ സ്റ്റേറ്റസ് നോക്കിയപ്പം മറ്റേ സ്നോ ഇല്ലേ, ഫുള്ള് സ്നോ, ബാക്ക് ഫുള്ള് വൈറ്റ്, അതിൽ ഇവന് ഒരു റെഡ് ജാക്കറ്റും റെഡ് പാൻറ്റും റെഡ് ഷൂസും റെഡ് മങ്കി ക്യാപ്പും വെച്ചിട്ട് ഇവ അല്ലു അർജുൻ്റെ ഒരു പാട്ടിനെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. തെൻവീർ. അപ്പൊ എനിക്ക് വാൻ ക്രിഞ്ചായാ തോന്നിയത്. അപ്പൊ ഞാൻ ഇവനെ എന്നിട്ട് റിപ്ലൈ കൊടുത്ത് എന്തായി കാട്ടുന്നതെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇവന് അധികം പരിചയമല്ല. അപ്പൊ ഇവ എന്നിട്ട് തെൻവീർ എന്നിട്ട് എനിക്ക് വൺ സീരിയസ് ആയിട്ടുള്ള വോയിസ് റിപ്ലൈ അയച്ചു. ഞാൻ പ്ലേ നോക്കിയപ്പോൾ എടാ ഇത് അല്ലു അർജുൻ്റെ ഈ സിനിമയിലെ ഡാൻസാണ്. നീ ഈ സ്റ്റെപ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ അല്ലു അർജുനും ആ സിനിമയിൽ ഈ സെയിം ഡാൻസ് ആണ് കളിക്കുന്നത്, ഈ സെയിം സ്റ്റെപ്സ് ആണ് കളിക്കുന്നത്. ഇപ്പൊ ഫുൾ സീരിയസ്. ഞാൻ പറഞ്ഞു ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഡാൻസ് കൊള്ളാം വിട്ട്. പക്ഷെ ഇവന് അതായത് അല്ലു അർജുന്റെ അതേ സ്റ്റെപ്സ് ആണ് ഇവന് ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളാം. അല്ലു അർജുന് ഞാൻ ശ്രദ്ധിച്ച എന്താന്ന് വെച്ചാൽ അല്ലു അർജുന് റെക്കഗ്നിഷനൊക്കെ, അതായത് ഒരു ഓൾ ഇന്ത്യ ഫിലിം ലെവലിലൊക്കെ ഒരു റെക്കഗ്നിഷൻ കിട്ടാൻ തുടങ്ങിയത് വളരെ വൈകിട്ടാണ്. പക്ഷെ പറയുമ്പോൾ ഈ പാൻ ഇന്ത്യൻ മൂവീസൊക്കെ ചെയ്യണേന് മുന്നേ അല്ലു അർജുന് ആ ഒരു ലീഗ് തുടങ്ങി വെച്ചിട്ടുണ്ട്. അല്ലു അർജുൻ തുടങ്ങി വെച്ചതല്ല, അല്ലു അർജുന്റെ സിനിമ ഇതേപോലെ ഓരോ പ്രൊഡക്ഷൻ പീപ്പിള് മേടിക്കും, ഡബ് ചെയ്യും, റിലീസ് ചെയ്യും. പിന്നെ വേറൊരു സംഭവം എന്താന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ ഡബ്ഡ് മൂവീസിലെ മലയാളം സോങ്സ് വരെ ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ.
ഈ ഹാപ്പിയിലൊക്കെ മലയാളം പാട്ടെടുത്ത് കേട്ടോക്ക് അടിപൊളി പാട്ടുകളാ. അതും അന്നൊക്കെ വിജയ് യേശുദാസ് ആര്യാറ്റൂലെ സോങ്സ് ഒക്കെ ഓർമ്മയുണ്ട്, മലയാളം ഡബ്. ആര്യാറ്റൂലെ സോങ് അടിപൊളിയല്ലേ? ആ ആര്യാറ്റൂലെ സോങ് അടിപൊളിയാണ്, അതിന്റെ താഴെക്കൊക്കെ അടിപൊളിയാണ് കേട്ടോക്കെ. ആ നിങ്ങള് അല്ലു അർജുന്റെ മൂവീസും സോങ്സ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മലയാളത്തിലെ ജിസ് ജോയ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് അല്ലു അർജുന്റെ ഡബിങ് ഒക്കെ ചെയ്തത്. അതൊക്കെ ഞാൻ വളരെ വൈകിയായിട്ട് അറിഞ്ഞത്. കാരണം ഞാന് തെലുഗുല് മൂവി കാണാൻ തുടങ്ങിയപ്പോ എന്റെ സൗണ്ട് കേട്ടിട്ട് ഡൈജസ്റ്റ് ആവണില്ല. ഇത് ആരെ വരെ ഡബ് ചെയ്ത അങ്ങനെ എനിക്ക് തോന്നിയ ആരെ വരെ തെലുഗുല് ഡബ് ചെയ്തത്, ഇത് വരെ ഇവന്റെ സൗണ്ട് എങ്ങനായിട്ട് ഡൈജസ്റ്റ് ആവണില്ല. അങ്ങനെ ഞാൻ അങ്ങനെ വണ്ടി പോകുമ്പോ ആലോചിച്ചതാ.